അപ്പോൾ ഓൺ ദ വേയിൽ നമ്മൾ മറ്റൊരു ലൊക്കേഷൻ, ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്. ആ വാട്ടർഫോൾ കാണാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോൾസ് ഓഫ് ഫോയേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. ഫോൾസ് ഓഫ് ഫോയേഴ്സ്. അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് സ്റ്റെയേഴ്സ് ഇറങ്ങി താഴേക്ക് പോകണം. അങ്ങനെയാണ് നമ്മൾ ആ ഫോൾസിലേക്ക് എത്തുക. ഒരു 200 മീറ്റർ അല്ലെങ്കിൽ ഒരു 300 മീറ്റർ വാക്കിംഗ് എന്നാണ് അവിടെ ഇൻസ്ട്രക്ഷൻസിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തതിന് ശേഷം വാട്ടർഫോളിലേക്ക് ഈ കുറച്ച് സ്റ്റെയർസ് ഇറങ്ങി താഴേക്ക് പോകണം. അങ്ങോട്ടുള്ള വഴിയാണിത്. വാട്ടർഫോൾസിലേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങി വേണം പോകാൻ. ഒരുപാട് താഴെയായിട്ടാണ് വാട്ടർഫോൾസ് കണ്ടു. നമ്മൾ തിരിച്ച് മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഭീകര വാട്ടർഫോൾസൊന്നുമല്ല, ചെറിയൊരു നാരോ ആയിട്ടുള്ളൊരു വാട്ടർഫോളാണ്. എന്തായാലും താഴേക്ക് ഇറങ്ങിപ്പോയ പോലെ അത്ര എളുപ്പമല്ല തിരിച്ച്. നമ്മൾ നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 3-ാം ദിവസത്തെ ക്യാമ്പിംഗ് സൈറ്റിൽ എത്തിക്കഴിഞ്ഞു. നല്ല നമ്മുടെ ടെൻ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു. നല്ല ഇതുവരെ താമസിച്ചതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പിംഗ് സൈറ്റാണിത്. നല്ല ലൊക്കേഷൻ. ഇപ്പോൾ നമ്മുടെ സ്കോട്ട്ലാൻഡ് ട്രിപ്പിൻ്റെ 4-ാം ദിവസത്തിലേക്ക് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുകയാണ്. ടെൻറ്റിലെ താമസവും കഴിഞ്ഞ് രാവിലെ നമ്മൾ ഉണർന്നു. ഇനി അല്പം കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് വീണ്ടും അടുത്ത യാത്ര തുടരാനാണ് നമ്മൾ വിചാരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ക്യാമ്പിംഗ് സൈറ്റാണിത്. നല്ല നല്ല ഗ്രീനറിയൊക്കെയുള്ള ഒരു സൈറ്റ്. ഇതാണ് നമ്മുടെ ടെൻറ്റ്.
രാവിലെ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ നല്ല വെയിലായിരുന്നു. ഒരു യാത്ര പുറപ്പെട്ട ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞോടുകൂടി അതിശക്തമായ മഴയാണ്. ഇനി ഗ്ലാസ്ഗോയിലെത്തുമ്പോൾ അവിടെ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. ഇപ്പോൾ ഗ്ലാസ്ഗോ സിറ്റിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കോട്ട്ലാൻഡിൽ കൂടുതലും ഗ്രാമപ്രദേശങ്ങളാണെങ്കിലും കാണാനുള്ള 2 പ്രധാനപ്പെട്ട സിറ്റികൾ, ഒന്ന് എഡിൻബറയും പിന്നെ ഈ ഗ്ലാസ്ഗോയുമാണ്. അപ്പോൾ നമ്മുടെ 5 ദിവസത്തെ സ്കോട്ട്ലാൻഡ് ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ യാത്രയിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെയും കാണിക്കുവാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇങ്ങനെയുള്ള ട്രാവൽ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.